നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ചതിക്കുന്നത് അല്ലെങ്കിൽ വഞ്ചിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഇതിൽ ആരോപണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കൂടെയുള്ളവരായിരിക്കും. അല്ലാണ്ട് നമ്മളെ അറിയില്ലാത്തവരാരും നമ്മളോട് അങ്ങനെ ചെയ്യില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കൂടെ എല്ലാ അനുഭവങ്ങളും പങ്കുവെച്ച് എല്ലാം നമ്മളിൽ നിന്നെല്ലാം സ്വീകരിച്ച് നമ്മുടെ കൂടെ തന്നെ നടന്ന് ഉള്ളവരായിരിക്കും നമ്മളെ ചതിക്കുന്നത് അധികവും. അല്ലാതെ നമ്മളെ അറിയില്ലാത്ത, നമ്മളെ കേട്ടിട്ടില്ലാത്ത, നമ്മളെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരൊന്നും നമ്മളെ ചതിക്കില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, അപ്പോൾ താൽക്കാലികമായിട്ട് അവർ വിജയിക്കും. കാരണം അവർ ചതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം വരും, ഞാൻ അവൻക്ക് കൊടുത്തല്ലോ അല്ലെങ്കിൽ അവക്കിട്ട് കൊടുത്തല്ലോ എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാലം എന്ന് പറയുന്ന അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പിന്നീട് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അവർക്കും ഇത് തന്നെ തിരിച്ചു കിട്ടും, ഉറപ്പായ കാര്യമാണ്. നമ്മളിപ്പോൾ സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലാണോ ഒക്കെ കാണാൻ പാടില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തവർ പിന്നീട് കിടന്ന് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ. അപ്പം നമുക്ക് ചുറ്റുവട്ടത്തും ചിന്തിച്ചാൽ മതിയെന്നേ ഒത്തിരി പേരെ കാണാൻ പറ്റും. അപ്പോൾ പരമാവധി നമ്മളെ കൂടെയുള്ളവരെ ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, പരദൂഷണങ്ങൾ പറയാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക. നമുക്ക് പറ്റും പോലെയൊക്കെ ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പുഞ്ചിരിയോടുകൂടി ഒഴിഞ്ഞു മാറി പോവുക. അതാണ് വേണ്ടത്. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി.